എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് തിരൂർ ദിനേശ് എഴുതിയ ദമ്പതി രക്ഷസ്. കേൾക്കാം, ആസ്വദിക്കാം. ചെമ്പട്ടിൽ പൊതിഞ്ഞ പ്രകൃതി ഭാരതപ്പുഴയ്ക്കും ചെന്നിറം കയറിയിരിക്കുന്നു. പിതൃക്കൾക്ക് ബലിയിടുന്ന കൽപ്പടകൾക്കു മീതെയുള്ള ആൽമരം. അതിൻ്റെ ഇലകൾ ചെറു കാറ്റ് തട്ടി വിറകൊണ്ടു. ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും മുറുക്കം ഉയരുന്നുണ്ട്. ആൽമരത്തിനപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവാതിൽ. അതിനു മുമ്പിൽ കാവൽ നിൽക്കുന്ന രണ്ടുപേർ. ഭക്തജനങ്ങൾ കിഴക്കേ ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് കൽവിളക്കുകളിൽ കണ്ണു തുറന്ന അഗ്നിനാളങ്ങൾ. ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. മുറുകുന്ന ചെണ്ടമേളം. ശ്രീകോവിലിനു മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ. രുദ്രൻ നമ്പൂതിരിയാണ് ഏറ്റവും മുന്നിലുള്ളത്. തൃക്കണ്ണാപുരം മനയിലെ വലിയ തിരുമേനി. 7 തിരിയിൽ കത്തുന്ന തൂക്കുവിളക്കിൻ്റെ പ്രഭയിൽ തിളങ്ങുന്ന മുഖം. പ്രായം 80-എത്തിയിട്ടും ആരോഗ്യ ദൃഢഗാത്രൻ. നരച്ച തലമുടി ഇടത്തോട്ട് പിടിച്ചു കെട്ടിയിരിക്കുന്നു. നേരിയ ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിലും മുഖകാന്തിക്ക് തെല്ലും മങ്ങലേറ്റിട്ടില്ല. നെറ്റിയിൽ ഭസ്മക്കുറിയും അതിനു മധ്യത്തിൽ അസ്തമയ സൂര്യനെ പോലുള്ള കുങ്കുമപ്പൊട്ടും. കഴുത്തിലെ സ്വർണ്ണരുദ്രാക്ഷമാല കുമ്പയിലേക്ക് ഞാന്നു കിടക്കുന്നു. കസവ് കൊണ്ടെടുത്ത അയാളുടെ കഴുത്തിൽ കസവ് നെയ്തത്. അതിൻ്റെ രണ്ടറ്റവും മാറിലേക്ക് ഞാത്തിയിട്ടിരിക്കുന്നു. ശ്രീകോവിൽ നട തുറന്നു. മേൽശാന്തി 7 തട്ടുള്ള 21 തിരികത്തുന്ന വിളക്ക് നാവാമുകുന്ദ വിഗ്രഹത്തെ ഒഴിയുമ്പോൾ ചെണ്ടമേളം നിലച്ചു. ഓട്ടുമണികളുടെ നാക്ക് പലവട്ടം ചലിച്ചു. ലക്ഷ്മി നാരായണ മന്ത്രം നിരവധി കണ്ടങ്ങളിൽ നിന്നും ഉയർന്നു. പൂവും പ്രസാദവുമായി മേൽശാന്തി സോപാനത്തിലേക്ക് വന്നു. വരാൻ അമാന്തിക്കരുത്, പ്രസാദത്തിന് കൈനീട്ടുമ്പോൾ രുദ്രൻ നമ്പൂതിരി ഓർമ്മിപ്പിച്ചു. ഉവ്വ്, ഉച്ചശീവേലി കഴിഞ്ഞാൽ അങ്ങടെ എത്തുമായി, മേൽശാന്തി പറഞ്ഞു. അടുത്തേക്ക് വരുന്ന രുദ്രൻ നമ്പൂതിരിയെ കണ്ട കാവൽക്കാരൻ ആദരവോടെ ഒതുങ്ങി നിന്നു. അവരെ നോക്കി മന്ദഹസിച്ചിട്ട് രുദ്രൻ നമ്പൂതിരി പുറത്തിറങ്ങി. എന്താ ആ തിരുമേനിയുടെ ഒരു നടപ്പും എടുപ്പും? ഗുരുവായൂർ കേശവനെ പോലെ. ഒരു കാവൽക്കാരൻ മറ്റേ കാവൽക്കാരനെ നോക്കി അടക്കം പറയും മട്ടിൽ പറഞ്ഞു. തനിക്ക് അറിയില്ലാന്നുണ്ടോ? പുകൾപെറ്റ തൃക്കണ്ണാപുരം മനക്കിലെ വലിയ തിരുമേനിയാ. പണ്ട് കൊല്ലും കൊലയ്ക്കും അധികാരം ഉണ്ടായിരുന്ന തറവാടായിരുന്നു തൃക്കണ്ണാപുരം മന. ഇപ്പോഴും അധികാരഭാവം മുഖത്തീന്നും മാഞ്ഞിട്ടില്ല. ഈ തിരുമേനിയുടെ സപ്തതി ആഘോഷം മറ്റന്നാളാ. നാട് മുഴുക്കെ ക്ഷണിച്ചിരിക്കണുത്രേ. അവരുടെ സംഭാഷണത്തിന് വിഘ്നമുണ്ടാക്കി ദീപാരാധന തൊഴുത ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഗാന്ധസ്മാരകത്തിനടുത്ത് അംബാസഡർ കാർ രുദ്രൻ നമ്പൂതിരിയെ കാത്തു കിടക്കുന്നുണ്ട്. ഡോർ തുറന്നു പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കുമാരൻകുട്ടിയും 20-25 വയസ്സ് തോന്നിക്കുന്ന താടി വെച്ച മെലിഞ്ഞ ചെറുപ്പക്കാരൻ. കുമാരൻകുട്ടിയെ, പോവാം. കുമാരൻകുട്ടി തല വെട്ടിച്ചു നോക്കി. രുദ്രൻ നമ്പൂതിരിയാണ്. വേഗം പുറത്തിറങ്ങി പിൻഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. രുദ്രൻ നമ്പൂതിരി കയറിയ കാറൊന്ന് കുലുങ്ങി. കാറ് മുന്നോട്ട് നീങ്ങി. വൈദ്യുതി പ്രഭയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ തൃക്കണ്ണാപുരം മന. എട്ടുകെട്ടും പടിപ്പുരയുമുള്ള പ്രൗഢി നിറഞ്ഞ തൃക്കണ്ണാപുരം മന. അതിൻ്റെ വിശാലമായ മുറ്റത്ത് പന്തൽ ഉയർന്നു കഴിഞ്ഞു. 4-5 പേർ പന്തലിൻ്റെ അവസാന മിനുക്കുപണിയിലാണ്. കസേരകൾ തലയിലേറ്റി പന്തലിലേക്ക് കടന്നു വരുന്നവർ ഒരു വശത്ത്. പൂമുഖത്തെ ഉരുണ്ട തൂണുകൾക്കുമപ്പുറം എണ്ണഛായാചിത്രങ്ങൾ പൊടി തുടച്ച് ഭിത്തിയിൽ ഘടിപ്പിക്കുന്ന 2 പേർ മറ്റൊരു വശത്ത്. ദേഹണ്ണപ്പുരയും സജീവമാണ്. അവിടെ പച്ചക്കറികൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. മത്തനും ചേനയും ഇളവനും നേന്ത്രക്കായും ഒക്കെയുണ്ട്. വലിയ അടുപ്പുകൾ. കാതൻ ചെമ്പും 10 പേർ പിടിച്ചാൽ പൊങ്ങാത്ത ഓട്ടുരികളും അടുക്കി വെച്ചിരിക്കുന്നു. നാളികേരം മുടച്ച് ചിരകുന്ന പെണ്ണുങ്ങൾ. കഷ്ണം മുറിക്കാൻ കത്തിയും പിടിച്ച് ചേനയും ഇളവനും തെരഞ്ഞെടുക്കുന്ന ദേഹണ്ണ സഹായികൾ. രുദ്രൻ നമ്പൂതിരിയുടെ സപ്തതി ആഘോഷത്തിന് മഹാസദ്യക്കുള്ള ഒരുക്കം നടക്കുകയാണ് അവിടെ. രുദ്രൻ നമ്പൂതിരിയുടെ കാറ് പടിപ്പുരയും കടന്ന് പോർച്ചിൽ വന്ന് നിശ്ചലമായി. തനിക്ക് പ്ലാത്തറമന അറിയുവോ? പുറത്തിറങ്ങിയ രുദ്രൻ നമ്പൂതിരി കുമാരൻകുട്ടിയുടെ അടുത്ത് ചെന്ന് മുഖമുയർത്തി. ദേഹണ്ണക്കാരൻ? അതെ, അതുതന്നെ. അയാളാണേ നമ്മുടെ ദേഹണ്ണപ്പണിക്ക്. താൻ കാറുമെടുത്ത് അത്രടം പോയി ശങ്കരൻ നമ്പൂതിരിയെ കൂട്ടിക്കൊണ്ടുവരിക.
കാർ അയക്കാന്ന് നാം വാക്കു കൊടുത്തതാണേ. ചെന്ന് കൊണ്ടുവന്നില്ലേച്ചാ കുറ്റി നാട്ടിയ പോലെ അയാൾ മനക്കിൽ തന്നെ ഇരിക്കും. ദാ പുറപ്പെട്ടു. കുമാരൻകുട്ടി ഹെഡ്ലൈറ്റ് തെളിച്ചു. കാറ് പിറകോട്ടെടുത്ത് ഒറ്റ ശ്വാസത്തിൽ പടിപ്പുരയും കടന്ന് ഓടിച്ചുപോയി. രുദ്രൻ നമ്പൂതിരി മുറ്റത്തെത്തി. പന്തൽപ്പണി കണ്ണോടിച്ചു. എല്ലാം ഭംഗിയായി നടക്കുന്നു. ഒക്കെ കേമായി ചെയ്യണില്ലേ? ഉവ്വ്, പന്തൽപ്പണിക്കാരിൽ ഒരാൾ തലയെക്കെട്ടഴിച്ച് വിനയത്തോടെ പറഞ്ഞു. പൂമുഖത്തേക്ക് കയറുമ്പോൾ അകത്തു നിന്നും മഹേശ്വരൻ നമ്പൂതിരി പുറത്തേക്ക് വന്നു. രുദ്രൻ നമ്പൂതിരിയുടെ അനുജനാണ് മഹേശ്വരൻ നമ്പൂതിരി. 50 വയസ്സ് തോന്നിക്കും. രുദ്രൻ നമ്പൂതിരിയെ പോലെ തന്നെ തലയൊടുപ്പുള്ള മനുഷ്യൻ. ഭാവവും വേഷവിധാനവും ഒക്കെ ജ്യേഷ്ഠനെ പോലെ തന്നെ. പ്ലാത്രം മനയിലേക്ക് കാർ അയക്കേണ്ടേ? മഹേശ്വരൻ നമ്പൂതിരി ചോദിച്ചു. അയച്ചു. അല്ലച്ചാ, ശങ്കര എങ്ങടെ എത്താൻ വൈകൂലോ? ചന്ദ്ര ബാംഗ്ലൂരിന്ന് രാവിലെ പുറപ്പെട്ടിരിക്കണു. കുട്ടി ഇങ്ങടെ എത്തിയാലേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. ദീർഘനിശ്വാസം വിട്ട് രുദ്രൻ നമ്പൂതിരി അകത്തേക്ക് നടന്നു. ഛായാചിത്രങ്ങൾ പൊടി തട്ടി വെക്കുന്നതിന് മേൽനോട്ടം വഹിച്ച് മഹേശ്വരൻ നമ്പൂതിരി പൂമുഖത്ത് തന്നെ നിന്നു. പ്ലാത്തറ മനയിലേക്ക് പുറപ്പെട്ട കാർ ഒരു വളവ് കഴിഞ്ഞ് ചെറിയ കയറ്റം കയറുകയായിരുന്നു. പ്രകൃതി ഇരുളിന്റെ കരിമ്പടം പുതച്ചെങ്കിലും നിലാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ സമയമായിരുന്നു അപ്പോൾ. എഞ്ചിനിൽ നിന്നും അസുഖകര ശബ്ദം കേട്ടപ്പോൾ കയറ്റം കഴിഞ്ഞ ഉടനെ കാറിന്റെ വേഗത കുറച്ചു. പെട്ടെന്ന് എഞ്ചിൻ ഓഫായി. പലതവണ കീ കൊടുത്തിട്ടും സ്റ്റാർട്ടായില്ല. ഛേ! കുമാരൻകുട്ടി സ്റ്റിയറിങ്ങിൽ ചെറുതായൊന്ന് ഇടിച്ചു. പിന്നെ പുറത്തിറങ്ങി. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത റോഡ്. ഇരുവശവും പടർന്ന് പന്തലിച്ച കുറ്റിച്ചെടികൾ. ടോർച്ചെടുത്ത് ബോണറ്റ് തുറന്ന് എഞ്ചിൻ പരിശോധിച്ചു. തകരാറ് മനസ്സിലാവുന്നില്ല. പഠിച്ച വിദ്യകളൊക്കെ ചെയ്തു നോക്കി. ഒക്കെ നിഷ്ഫലമായി. ഇനി എന്തു ചെയ്യും? ഏതെങ്കിലും വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് ആളെ കൊണ്ടുവന്ന് ശരിയാക്കുകയല്ലാതെ വേറെ വഴിയില്ല. കുമാരൻകുട്ടി വർക്ക്ഷോപ്പ് തെരഞ്ഞു പിടിച്ച് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നു. പാട്ടവിളക്ക് തെളിഞ്ഞു. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ എഞ്ചിൻ പരിശോധിച്ചു. എങ്ങോട്ട് പോണു? അയാൾ ചോദിച്ചു. കുറച്ചകലെ ഒരാളെ കൊണ്ടുവരാൻ പോണു. കുറച്ച് സമയം പിടിക്കും. ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും. ഇനി എന്താ ചെയ്യുക? കുമാരൻകുട്ടി അസ്വസ്ഥനായി. കാറൊന്ന് തള്ളിയാൽ പറമ്പിലേക്ക് കയറ്റി നിർത്തായിരുന്നു. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. കുമാരൻകുട്ടി തള്ളി. കാറ് റോഡരികിലെ പറമ്പിലേക്ക് കയറ്റി. അടുത്ത് ടെലിഫോൺ ബൂത്തുണ്ടോ? കാറ് കേടായ വിവരം വിളിച്ചു പറയാനാണ്. കുമാരൻകുട്ടി അയാളെ നോക്കി. ഇവിടെയൊന്നും ഇല്ല. ഇത് ശരിയാക്കിയിട്ട് പോവാന്നേ. പരിഭ്രമിക്കാതിരിക്കണം. അയാൾ ജോലി തുടങ്ങി. കുമാരൻകുട്ടി സഹായിച്ചു. ഇതേ സമയത്ത് പ്ലാത്രമനയുടെ ഉമ്മറത്തിണ്ണയിലിരുന്ന് ചതുരംഗം കളിക്കുകയായിരുന്നു അവർ. മനക്കിലെ ശങ്കരൻ നമ്പൂതിരിയും കൂട്ടുകാരൻ വാര്യരും. അവരുടെ മനസ്സ് മുഴുവൻ കളിയിലെ തന്ത്രത്തിലാണ്. 50 വയസ്സോളം പ്രായം തോന്നിക്കും ശങ്കരൻ നമ്പൂതിരിക്ക്. വെളുത്ത നിറം, കഴുത്തിൽ തുളസിമാല, തോളത്ത് മടക്കിയിട്ട 2 മുണ്ട്. വാര്യർക്ക് ഇരുനിറമാണ്, അല്പം നടുവളഞ്ഞ രൂപം. ഈ കാത്തിരിപ്പിന് വല്ല അർത്ഥമുണ്ടോ? കളത്തിലെ കരു നീക്കി വെച്ചിട്ട് വാര്യർ ചോദിച്ചു. കാറ് കൊടുത്താക്കാന്ന് പറഞ്ഞതാ. എത്ര വൈകിയാച്ചാലും കൊടുത്തയക്കാതിരിക്കില്ല. ആത്മവിശ്വാസം വെടിയാതെ ശങ്കരൻ നമ്പൂതിരി മുറ്റത്തേക്ക് നോക്കി. ചീവീടുകളുടെ ശബ്ദം കൊണ്ട് മുഖരിതമായ നിലാവുള്ള രാത്രി. പിത്തളക്കെട്ടുള്ള ഉമ്മറവാതിൽ തുറക്കപ്പെട്ടു. വാര്യർ അങ്ങോട്ട് കണ്ണോടിച്ചു. ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യ നങ്ങേലി അന്തർജനം. തൊട്ടു പിന്നിൽ മകൾ ദേവതിയും. യുവത്വം കെടാത്ത വെളുത്ത സ്ത്രീയാണ് നങ്ങേലി അന്തർജനം. മുണ്ടും വേഷ്ടിയുമാണ് വേഷം. കുലീനത്വമുള്ള മുഖം. 40 വയസ്സ് തോന്നിക്കും. 17-18 വയസ്സാണ് ദേവതിക്ക്. ഗോതമ്പിന്റെ നിറം, പരൽമീൻ പോലുള്ള കണ്ണുകൾ. ഒരു ദേവതയെപ്പോലെ തോന്നിക്കും. ജമ്പറും പാവാടയും ധരിച്ചവൾ. മെടഞ്ഞ് നീണ്ട തലമുടി ഉയർന്ന മാറിടത്തിലൂടെ താഴേക്ക് ഞാന്നു കിടക്കുന്നു. നേരെ എത്ര ആയിന്നറിയോ? അന്തർജനം അവരുടെ അടുത്തെത്തി അമർഷം കൊണ്ടു. ശങ്കരൻ നമ്പൂതിരി ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി. മണി 12 കഴിഞ്ഞിരിക്കുന്നു. ഉമ്മറത്തെ പത്തായത്തിനു മീതെ കൂട്ടിയിട്ട വസ്ത്രങ്ങൾ ഓരോന്നായി മടക്കി വെക്കാൻ തുടങ്ങി അന്തർജനവും ദേവതിയും. ചതുരംഗം കളി കുടുംബത്തെ മുച്ചൂടും മുടിക്കുന്ന അറിയില്ലേ വാര്യർക്ക്? തെല്ല് പരിഭവത്തോടെ അന്തർജനം ചോദിച്ചു. ഉവ്,
മറുപടിയിൽ കുറ്റസമ്മതം. ചോദ്യം വാര്യരോടല്ല, നമ്മോടാണ്, ശങ്കരൻ നമ്പൂതിരി അടക്കം പറഞ്ഞു. എന്നിട്ട് അന്തർജനത്തിന് നേരെ തിരിഞ്ഞു. ഒരു വട്ടം കളിച്ചു എന്ന് കരുതി പ്ലാത്ര മന മുടിയൊന്നുമില്ല എന്റെ നങ്ങേലിയെ. അന്തർജനം ഭർത്താവിനെ ദഹിപ്പിക്കും വിധം നോക്കിയിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. തൃക്കണ്ണാപുരം മനക്കിലെ സദ്യക്ക് ദേഹണ്ണക്കാരനാണത്രേ. കാലേ കുട്ടി കാര്യക്കാരെ അങ്ങോട്ട് അയച്ച് ഇവിടുത്തെ ആൾ ഇരിക്കുകയാണ്, മനക്കിലെ കാറും വരുന്നതും കാത്ത്. അസ്വസ്ഥതയോടെ ശങ്കരൻ നമ്പൂതിരി അന്തർജനത്തെ നോക്കി. പറയുമ്പോൾ ഇവിടുത്തെ ആള് പരിഭവിക്കരുത്. ഇനി എപ്പോഴാ പോവുക? എത്ര ദൂരം നടക്കണം? ഒരു വാഹനം കിട്ടുമോ അങ്ങോട്ട് എത്താൻ? ഉപ്പേരിക്ക് നുറുക്കാൻ പറഞ്ഞ സാമ്പാറിന് നുറുക്കുന്നോരാ കൂട്ടത്തിലുള്ളത്. അന്തർജനത്തിന്റെ വിവരണം ശങ്കരൻ നമ്പൂതിരിയെ ആദ്യ പിടിപ്പിച്ചു. സഹായികളൊക്കെ കേമക്കാരാ, നമുക്ക് വെറും മേൽനോട്ടം. ശങ്കരൻ നമ്പൂതിരി ആശ്വസിക്കാൻ ശ്രമിച്ചു. അച്ഛന്റെ കൈപുണ്യത്തിന് ഇതുവരെ കോട്ടം തട്ടിയിട്ടില്ല. എന്നാലും ഇത്രയും വലിയ സദ്യക്ക് ഇങ്ങനെ തണുത്തിരിക്കുന്നത് ശരിയല്ല, ദേവതി പറഞ്ഞു. ഓ, ഇനിയിപ്പൊ നിന്റെ അഭിപ്രായം കൂടിയേ വേണ്ടൂ, ശങ്കരൻ നമ്പൂതിരി പരിഭവിച്ചു. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് കളി നിർത്താം. വാര്യർ എഴുന്നേറ്റു. കളിയിൽ തടസ്സം വന്ന ദുഃഖം ഉള്ളിലൊതുക്കി ശങ്കരൻ നമ്പൂതിരിയും. 8 നാഴിക നടക്കണം, അത് ഓർക്കുമ്പോഴാ. അരനാഴികയോളം മിണ്ടിയും പറഞ്ഞും ഞാനുണ്ടാവും. വാര്യർക്കും ഒപ്പം വന്നൂടെ തൃക്കണ്ണാപുരം മനക്കിലോളം? എന്തായി പറയണേ? ഇപ്പൊ തന്നെ നേരെ എത്രയായി? വാരസ്യാര് വടിയും വാളും എടുത്ത് നിൽക്കാവൂ കൂതൂലഹത്തിന്. ടോർച്ചും വസ്ത്രസഞ്ചിയും ചെല്ലപ്പെട്ടിയും ഇങ്ങ് എടുത്തോളൂ, ശങ്കരൻ നമ്പൂതിരി മകളെ നോക്കി പറഞ്ഞു. ദേവതി ടോർച്ചും ചെല്ലപ്പെട്ടിയും വസ്ത്രസഞ്ചിയിലാക്കി കൊണ്ടുവന്ന് നീട്ടി. എല്ലാം ഇതിലുണ്ടച്ചാ. ശങ്കരൻ നമ്പൂതിരി മകളുടെ നെറുകയിൽ തലോടിയിട്ട് വാര്യരെ നോക്കി. കേട്ടോ വാര്യരെ, നമ്മുടെ ദേവതയെ അസലൊരു നമ്പൂരിക്കുട്ടിയെ തന്നെ ഏൽപ്പിക്കണം. അതെ അതെ, വാര്യർ തല കുലുക്കി. ഒന്ന് പോണുണ്ടോ? അവള് നാണത്തോടെ ചിണുങ്ങി. രാത്രി യാത്ര ചോദിക്കണില്ല, അമ്മയും മോളും കിടന്നോളൂ. ശങ്കരൻ നമ്പൂതിരി മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ വാര്യരും. റോഡ് വഴി പോയാ മതി, രാത്രിയാണേ, ഓർമ്മ വേണേ, അന്തർജനം ഓർമ്മിപ്പിച്ചു. അവർ റോഡിലെത്തി. സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നിടവിട്ടേ കത്തുന്നുള്ളൂ. റോഡിന് ഇരുവശവും വളർന്ന പൊന്തക്കാടുകൾ. വീടുകളിലെ വിളക്കെല്ലാം അണഞ്ഞിരിക്കുന്നു. ഗ്രാമം പൂർണ്ണ നിദ്രയിലാണ്. തലയ്ക്ക് മീതെ അർദ്ധവൃത്താകൃതിയുള്ള ചന്ദ്രബിംബം. അതിന്റെ വെള്ളിനിലാവ് ഭൂമിയിൽ പരന്നിരിക്കുന്നു. ചീവീടുകളുടെയും തവളുകളുടെയും ശബ്ദം ഉയരുന്ന അന്തരീക്ഷം. 8 നാഴിക പോയിട്ട് ഈ പാതിരാത്രിക്ക് 1 നാഴിക ഞാൻ നടക്കില്ല. വാര്യർ അതുവരെ ഉണ്ടായ നിശബ്ദത വഞ്ചിച്ചു. ദേഹണ്ണപ്പണി ഏറ്റുപോയില്ലേ, നമുക്ക് പോവാതെ തരില്ലല്ലോ. കേയമായ സദ്യയല്ലേ. വാര്യർക്ക് എന്താ അത്ര സംശയം? ഇടിച്ചു പിഴിഞ്ഞ അരിപ്പായസം, പഞ്ചസാര പായസം വേറെ, കറികള് 14 കൂട്ടം. വമ്പൻ സദ്യയാണല്ലോ. 3000 പേർക്ക് സദ്യ ഒരുക്കണമെന്നാ പറഞ്ഞത്. 3500 പേർക്ക് വരെ വിളമ്പാനുണ്ടാവും. മനക്കേന്ന് കാർ കൊടുക്കാതിരുന്നത് എന്താണാവോ? അതാണ് നമുക്കും നിശ്ചയില്ലാത്ത. റോഡിന്റെ ഇരുവശത്തേക്ക് ചെമ്മൺപാത തുടങ്ങുന്നിടത്ത് അവരെത്തി. വാര്യത്തേക്കുള്ള വഴിയായി. വാര്യർ പൊയ്ക്കോളൂ, വന്നിട്ട് കാണാം. സൂക്ഷിച്ചു പോകണം, വഴിക്ക് വെച്ച് വല്ല വാഹനവും കിട്ടാണ്ടിരിക്കില്ല. നേരം അസമയാന്ന് ഓർമ്മ വേണം. രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്ന ആരും പിടിച്ചു തിന്നില്ല. പറഞ്ഞൂന്ന് മാത്രം. ഇന്ന് വെളുത്തപക്ഷം വാവാണേ, പോരാത്തതിന് ചൊവ്വാഴ്ചയും. വാര്യർ ചെമ്മൺ റോഡിലേക്ക് തിരിഞ്ഞു. ശങ്കരൻ നമ്പൂതിരി തനിച്ചായി. നിലാവിന്റെ വെളിച്ചത്തിൽ നടന്നു. വൃക്ഷത്തലപ്പുകളിൽ നിന്നും ഇടയ്ക്കിടെ ഉയരുന്ന പക്ഷികളുടെ കരച്ചിൽ. മഞ്ഞ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. നേരിയ തണുപ്പുണ്ട്. കാലൻകോഴിയുടെ കരച്ചിലുയർന്നു. ശങ്കരൻ നമ്പൂതിരി ചെറുതായൊന്ന് നടുങ്ങി. ഒരു വാഹനം ഇതുവഴി വന്നെങ്കിൽ അയാൾ ആഗ്രഹിച്ചു. പിന്നിൽ കാറിന്റെ ഇരമ്പം കേട്ടു. ശങ്കരൻ നമ്പൂതിരി തിരിഞ്ഞു നോക്കി. ഒരു മാരുതി കാറാണ്. അയാൾ പ്രതീക്ഷയോടെ കൈ കാണിച്ചു. കാർ പതുക്കെ നിന്നു. അതിനകത്ത് ടോപ്പ് ലൈറ്റ് തെളിഞ്ഞു. സൈഡ് ഗ്ലാസ് താഴേക്ക് സാവധാനം ഇറങ്ങി. ശങ്കരൻ നമ്പൂതിരി കാറിനകത്തേക്ക് കുനിഞ്ഞു നോക്കി. ഒരു യുവതിയാണ്. കാറിൽ മറ്റാരുമില്ല. അവളാണ് ഡ്രൈവ് ചെയ്യുന്നത്. കറുത്ത ജീൻസും വെളുത്ത ബനിയനും അതിനു മീതെ ബട്ടണിടാത്ത ഷർട്ടും
ധരിച്ച മെലിഞ്ഞ് കൊലുന്തനെയുള്ള പെണ്ണ്. അവൾക്ക് 20 വയസ്സ് തോന്നിക്കും. കാതിൽ റിങ്ങുണ്ട്. ഒതുക്കമില്ലാത്ത തലമുടി, വശ്യമാർന്ന കണ്ണുകൾ. നമ്മെ ഒന്ന് കേറ്റുവോ? ശങ്കരൻ നമ്പൂതിരി ദൈന്യതയോടെ ചോദിച്ചു. എങ്ങോട്ടാ പോകേണ്ടത്? തൃക്കണ്ണാപുരം പാലത്തിനും അപ്പുറം എത്തിക്കിട്ടിയാ നാം നടന്നു പോയിക്കോളാം. കയറിക്കോളൂ, ഞാൻ അതുവഴിക്കാണ്. അവൾ മുൻവശത്തെ ഡോർ തുറന്നു കൊടുത്തു. ശങ്കരൻ നമ്പൂതിരി കയറി. കാർ മുന്നോട്ട് നീങ്ങി. ശരിക്കും എങ്ങോട്ടാ പോണേ? കുസൃതി ചോദ്യവുമായി അവൾ ശങ്കരൻ നമ്പൂതിരിയെ നോക്കി. തൃക്കണ്ണാപുരം മനക്കിലേക്ക്. അവിടുത്തെ വലിയ നമ്പൂതിരിയുടെ സപ്തതി മറ്റന്നാളാ. ദേഹണ്ണപ്പണി നമുക്കാണേ. ശങ്കരൻ നമ്പൂതിരി എന്നാ പേര്? പ്ലാത്ര മനക്കിലെ അല്ലേ? ശങ്കരൻ നമ്പൂതിരി അമ്പരന്നു. അതെ, എങ്ങനെ മനസ്സിലായി? വല്യമാവൻ എഴുതിയ കത്തിലുണ്ടായിരുന്നു ദേഹണ്ണത്തിന് ഗംഭീരക്കാരനെ തന്നെ ഏൽപ്പിച്ചിരിക്കണമെന്ന്. അപ്പോ കുട്ടി തൃക്കണ്ണാപുരം മനയിലേതാ? രുദ്രൻ നമ്പൂതിരിയുടെ സഹോദരിയുടെ മകളാ. ഓ, ഇപ്പൊ മനസ്സിലായി. ബാംഗ്ലൂരില് ഡോക്ടർ ഭാഗം പഠിക്കണ. അതെ അതെ, ചന്ദ്രമതി എന്നാ മുഴുവൻ പേര്. ഹാവൂ, ആശ്വാസായി. ശങ്കരൻ നമ്പൂതിരി നെഞ്ചത്ത് കൈവച്ചു. കാർ അതിവേഗം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാറിനകത്ത് നേരിയ ഇരമ്പം മാത്രം. റോഡിന്റെ ഇരുവശത്തുമുള്ള വീടുകളും മരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കാറായിട്ടാണോ വരണേ? അല്ല, കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുടെ ഒപ്പം പരപ്പനങ്ങാടി വരെ ട്രെയിനിൽ. അയാളുടെ കാറാണിത്. സപ്തതിക്ക് അയാളും വരുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ കാർ അയാൾ കൊണ്ടുപോകും. രാത്രിയിൽ ഒറ്റയ്ക്ക് നമ്മളെയൊക്കെ പിടിച്ചു തന്നാൻ ആരാ ഉള്ളത്? ഒക്കെ പേടിച്ച് നടന്നിട്ടാ. അസാമാന്യ ധൈര്യം തന്നെ. പെൺകുട്ടികൾക്ക് ഇത്രയും ധൈര്യം വന്ന കുതിരയ്ക്ക് കൊമ്പ് മുളച്ച പോലെ ആവും. ശങ്കരൻ നമ്പൂതിരി ആത്മഗതം കൊണ്ടു. റോഡിന്റെ ഓരം ചേർന്ന് ഒരു യുവാവും യുവതിയും നടക്കുന്നത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ടു. കാർ അടുത്തെത്തിയപ്പോൾ യുവാവ് കൈ കാണിച്ചു. ചന്ദ്ര വേഗത കുറച്ച് നിർത്തി. ഞങ്ങള് ഇതുവഴിക്കാ, കൂടെ കൊണ്ടുപോകാമോ? ചെറുപ്പക്കാരൻ ചോദിച്ചു. എങ്ങോട്ടാ? നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ. ചന്ദ്ര സംശയിച്ചു. ഇവരെ കാറിൽ കയറ്റണോ? അപരിചിതനാണ്. പാവങ്ങള് കയറിക്കോട്ടെ കുട്ടിയെ. ശങ്കരൻ നമ്പൂതിരിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ചന്ദ്ര ചിന്തയിൽ നിന്നും ഉണർന്നത്. കയറിക്കോളൂ, ചന്ദ്ര പറഞ്ഞു. അവർ പിൻസീറ്റിൽ കയറി ഡോറടച്ചു. കാർ പിന്നെയും മുന്നോട്ട് നീങ്ങി. നിങ്ങൾ ഏതുവരെയുണ്ട്? ചന്ദ്ര ചോദിച്ചു. തൃക്കണ്ണാപുരം മനക്കിലേക്ക്. യുവതിയാണ് മറുപടി പറഞ്ഞത്. എവിടുന്നാ? ഷൊർണൂരിലെ തലപ്പള്ളി മനയെന്നാ. അസമയത്ത് കുറ്റിപ്പുറത്ത് തീവണ്ടി ഇറങ്ങിയപ്പോൾ വാഹനമൊന്നും കിട്ടിയില്ല, പിന്നെ നടന്നു. കാർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തൃക്കണ്ണാപുരം പാലത്തിൽ കയറി. ചന്ദ്രയ്ക്ക് ഞങ്ങളെ പരിചയമില്ലാന്നുണ്ടോ? ചെറുപ്പക്കാരൻ ചോദിച്ചു. ഷൊർണൂരിൽ തൃക്കണ്ണാപുരം മനയുമായി ചാർച്ചയുള്ള ഒരു തലപ്പള്ളി മനയില്ല. പിന്നെ ഇവർ ആരായിരിക്കും? കാറിനകത്ത് ഇരുട്ടായതുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവരുടെ മുഖം കാണുന്നില്ല. അവരെ ഒന്ന് കാണണം. ഒരുപക്ഷെ മുഖം ഓർമ്മയിൽ നിന്നും മാഞ്ഞതാണെങ്കിലോ? ചന്ദ്ര ടോപ്പ് ലൈറ്റിന്റെ സ്വിച്ചിൽ വിരലമർത്തി. കാറിനകത്ത് പ്രകാശം പരന്നു. പിറകിലെ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയ ചന്ദ്ര ഇരു ചെവിയും അലറിക്കരഞ്ഞു. കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന യുവതിക്കും യുവാവിനും തല ഉണ്ടായിരുന്നില്ല. മുറിഞ്ഞ കഴുത്തിൽ നിന്നും രക്തമൊലിക്കുന്നു. അടുത്ത നിമിഷം അത് സംഭവിച്ചു. നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ കൈവരിയിൽ ഇടിഞ്ഞു മറിഞ്ഞ് അഗ്നിഗോളമായി. ഈ സമയത്ത് മരം കയറ്റിയ ഒരു ലോറി എടപ്പാൾ റോഡിലൂടെ വളവ് തിരിഞ്ഞ് തൃക്കണ്ണാപുരം പാലത്തിന്റെ സമീപത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ് കത്തുന്ന കാർ. ഡ്രൈവർ മുത്തു ബ്രേക്കിട്ടു. ലോറി കുലുക്കത്തോടെ നിന്നു. പ്രായം 50 പിന്നിട്ടു. സ്റ്റിയറിംഗ് പിടിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. നേരിട്ട് ഇങ്ങനെയൊരു ദുരന്തം കാണുന്നത് ആദ്യമായിട്ടാണ്. കത്തിപ്പടരുന്ന അഗ്നിഗോളത്തിന്റെ കറുത്ത പുക അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. കൈകാലുകൾ കുഴയുന്നതായി തോന്നി മുത്തുവിന്. നെഞ്ചു പിടച്ചു. കാറിനകത്തുണ്ടായിരുന്നവർ വെന്തു വെണ്ണീറായിട്ടുണ്ടാവും. ചുറ്റും കണ്ണോടിച്ചു. മുന്നിൽ പാലവും നീണ്ട മണൽപ്പരപ്പും. ഇടതുവശത്ത് റോഡോരം ചേർന്ന് മല്ലൂർ ശിവക്ഷേത്രമല്ലാതെ സമീപത്തൊന്നും ഒരു വീട് പോലുമില്ല. കത്തുന്ന കാറിനെ മറികടന്ന് ലോറി കൊണ്ടുപോകാൻ മനസ്സ് വന്നില്ല. താനും ഒരു മനുഷ്യനാണല്ലോ എന്ന ചിന്തയായിരുന്നു അയാൾക്ക്. നിലാവ് പരന്ന നിശബ്ദതയും വിജനമായ പ്രദേശവുമാണ്.
ഇനി എന്തു ചെയ്യും? മുത്തു ഹെഡ്ലൈറ്റ് തെളിയിച്ച് സൂക്ഷ്മതയോടെ ഒരു വട്ടം കൂടി നോക്കി. പാലത്തിന്റെ അരികിലെ പൊന്തക്കാട്ടിൽ രണ്ട് ശരീരങ്ങൾ, ഒരു പുരുഷനും സ്ത്രീയും. ഈശ്വര, കാറിലെ യാത്രക്കാരാവും. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണതാവാനേ തരമുള്ളൂ. അവർ മരിച്ചിട്ടുണ്ടാവുമോ? ഹൃദയമെടുപ്പ് ദ്രുതഗതിയിലായി. മരിച്ചിട്ടില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ബാധ്യതയില്ലേ? മുത്തു തലചെരിച്ച് മുകളിലേക്ക് നോക്കി. ക്യാബിനിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ് ക്ലീനർ മണി. ചാലക്കുടിയിൽ നിന്നും കല്ലായിലെ മില്ലിലേക്ക് കയറ്റിയ തടിലോറിയായിരുന്നു അത്. എടീ മണി, ഒന്ന് എഴുന്നേക്കടാ. മണി ഞരക്കത്തോടെ തിരിഞ്ഞു കിടന്നു. കല്ലായി എത്തിയോ ചേട്ടാ? അതല്ലടാ, ഒരു കാറ് കത്തുന്നു. പിടഞ്ഞെണീറ്റ് മണി സീറ്റിലേക്ക് ചാടിയിറങ്ങി. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. പിന്നെ മുത്തുവിൻ്റെ നേർക്കും. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീ കണ്ടില്ലേ രണ്ടുപേർ കിടക്കുന്നത്? നമുക്കൊന്ന് പോയി നോക്കാം മുത്തോട്ടാ. രണ്ടുപേരും പുറത്തിറങ്ങി തെല്ലു ഭയത്തോടെ. അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ചന്ദ്രയും ശങ്കരൻ നമ്പൂതിരിയും. മരിച്ചിട്ടില്ല. ചന്ദ്രയുടെ മൂക്കത്ത് വിരൽ ചേർത്ത് മുത്തു പറഞ്ഞു. ഇയാൾക്കും ജീവനുണ്ട്. മണി മുത്തുവിൻ്റെ നേർക്ക് നോക്കി. ചന്ദ്രയുടെ നെറ്റിയിൽ രക്തമൊഴുകുന്നു. കീശയിൽ കൈയിട്ട് മുത്തു ടവലെടുത്ത് ചന്ദ്രയുടെ നെറ്റിയിൽ കെട്ടി. നമുക്കിവരെ വേഗം ആശുപത്രി കൊണ്ടുപോകാം. മണി തിരക്ക് കൂട്ടി. ഏതാ അടുത്തൊരാശുപത്രി? തിരൂരിലാ. മരം കയറ്റിയ ലോറിയാണ്. എത്ര നേരം കഴിഞ്ഞാണ് അവിടെ എത്തുക? ചിന്തിച്ച് നേരം കളയണ്ട, നമുക്ക് ആവുന്നത് ചെയ്യാം. അവർ ചന്ദ്രയെ താങ്ങിയെടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കിടത്തി. വേണ്ട, ക്യാബിനിൽ കയറ്റ്. അതായിരിക്കും നല്ലതെന്ന് മുത്തുവിന് തോന്നി. ചന്ദ്രയെ ക്യാബിനിലേക്ക് മാറ്റി. ശങ്കരൻ നമ്പൂതിരിയെയും താങ്ങിയെടുത്തു. വയസ്സനാന്ന് പറഞ്ഞിട്ടെന്താ, തിന്ന തടിയാ, എന്തൊരു ഭാരം. മണി പിറുപിറുത്തു. ശങ്കരൻ നമ്പൂതിരിയെ ഡ്രൈവിംഗ് സീറ്റിലും കിടത്തി ഓരം ചേർന്നിരുന്ന് മണി ഡോറടച്ചു. ഇവരുടെ ഊരും പേരും ഒന്നും നമുക്കറിയില്ല. ഡോക്ടർ ചോദിച്ചാ എന്തു പറയും? ലോറി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് മുത്തു സംശയിച്ചു. ഊരും പേര് അറിഞ്ഞിട്ടാണോ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക? പോലീസിൽ പറയണ്ടേ? അതൊക്കെ ആശുപത്രിക്കാർ അറിയിച്ചോളും. അല്ലെങ്കിൽ തിരൂരിലെത്തിയിട്ട് വിളിച്ചു പറയാം. മുത്തുവേട്ടൻ ലോറി എടുക്ക്. ലോറി മുരണ്ടു. ഭാരതപ്പുഴയുടെ മുകളിൽ നിരവധി ആർച്ചുകളുള്ള തൃക്കണ്ണാപുരം പാലത്തിലൂടെ ലോറി അതിവേഗം മുന്നോട്ട് കുതിച്ചു. കാരത്തൂർ കുന്നും തൃക്കണ്ടിയൂർ കുന്നും കയറുമ്പോൾ ഭയങ്കര ശബ്ദത്തിന്റെ അകമ്പടിയോടെ പിഞ്ചു കുഞ്ഞ് പിച്ച വയ്ക്കും മട്ടിലാണ് ലോറി നിരങ്ങി നീങ്ങിയത്. പരമാവധി വേഗതയുണ്ടായിരുന്നു ലോറിക്ക്. തിരൂർ താലൂക്ക് ആശുപത്രി വളപ്പിലേക്ക് ലോറി കയറ്റി. അങ്ങിങ്ങ് കൂട്ടം കൂടി നിൽക്കുന്നവർ മരം കയറ്റിയ ലോറിയുടെ സമീപത്തേക്ക് ഓടിയെത്തി കാര്യം എന്താണെന്നറിയാൻ. മുത്തുവും മണിയും കൂടി ചന്ദ്രയെ താങ്ങിയെടുത്ത് പുറത്തിറങ്ങി. കൂടി നിന്നവർ അവരെ സഹായിച്ചു. OPയിലിരുന്ന് ഒരു രോഗിക്ക് മരുന്ന് കുറിച്ചു കൊടുക്കുകയായിരുന്നു ഈ സമയത്ത് ഡോക്ടർ വനജ. എന്തുപറ്റി? ഡോക്ടർ മുത്തുവിൻ്റെ നേർക്ക് മുഖമുയർത്തി. തൃക്കണ്ണാപുരം പാലത്തിനു മീതെ ഒരു കാറ് കത്തി. അതിൽ നിന്ന് തീർച്ചു വീണതാ. അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കൂ. രോഗിക്ക് ചീട്ട് എഴുതി കൊടുത്ത് ഡോക്ടർ വേഗം അത്യാഹിത വിഭാഗത്തിലെത്തി. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്നവർ ശങ്കരൻ നമ്പൂതിരിയെയും എത്തിച്ചു. നഴ്സുമാരും അറ്റൻഡുമാരും തിരക്കിട്ട് പിടഞ്ഞു. അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ ആളുകൾ പെരുകി. നിങ്ങളല്ലേ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്? ഒരു നഴ്സ് പുറത്തിറങ്ങി വന്ന് ചോദിച്ചു. അതെ. മുത്തു കൈകൂപ്പി. ഇവരുടെ മേൽവിലാസമോ ഫോൺ നമ്പറോ അറിയുമോ? ഒന്നും അറിയില്ല. നിങ്ങളിവിടെ ഉണ്ടാവണം, പോകരുത്. ഞങ്ങൾക്ക് കല്ലായിൽ എത്തേണ്ടതാ, വേഗം പോകണം. നിങ്ങൾ കൊണ്ടുവന്ന പേഷ്യൻസിന് ബോധം വീണിട്ടില്ല. അവരുടെ ബന്ധുക്കൾ വന്നിട്ട് പോയാൽ മതി. നഴ്സ് ആപാദചൂടം മുത്തുവിനെ നോക്കിയിട്ട് കനത്ത സ്വരത്തിൽ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചിട്ട് മുങ്ങാനൊന്നും പറ്റില്ല. സംഭവം പോലീസ് വരേണ്ടതാ. കൂട്ടത്തിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു. മുത്തുവിന് ഭയമായി. വിനാശകാലെ വിപരീത ബുദ്ധി. കണ്ടില്ലെന്ന് ഭാവിച്ച് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ കയറില്ലാതെ കെട്ടിയിട്ട മാതിരിയായി. ആശുപത്രിയിൽ കൊണ്ടുവന്നവർ മരിച്ച പോലീസും കോടതിയും. ദൈവമേ, അത് ഓർത്തപ്പോൾ മുത്തു നടുങ്ങി. നീ പോലീസിൽ വിവരം അറിയിക്ക്. നമ്പർ 100 കറക്കിയാൽ മതി. തൃക്കണ്ണാപുരം പാലത്തിൽ ഒരു കാർ കത്തി എന്നേ പറയാവൂ. വിളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പറയാതെ ഫോൺ വച്ചേക്ക്. മണി തലയിളക്കി. അവർ ആശുപത്രി വളപ്പിലെ STD ബൂത്തിലേക്ക് നടന്നു. കുമാരൻകുട്ടി കാർ ഓടിച്ച് തൃക്കണ്ണാപുരം പാലം കടക്കുകയായിരുന്നു ഈ സമയത്ത്. ശങ്കരൻ നമ്പൂതിരിയെ തെരഞ്ഞ് പ്ലാത്തറം മനയിൽ എത്തിയപ്പോഴാണ് അയാൾ തൃക്കണ്ണാപുരം മനയിലേക്ക് പോയിട്ടുണ്ടെന്ന് നങ്ങേലി അന്തർജനം പറഞ്ഞത്. ഉടനെ മടങ്ങുകയും ചെയ്തു. കൺപോളകളിൽ ഉറക്കം തളം കെട്ടിയിരുന്നു. വഴിയിൽ വെച്ച് കാർ കേടായതാണ് ഒക്കെ കാരണം.
ഇന്ന് ആരെ കണി കണ്ടാണാവോ ഇറങ്ങിയത്? കുമാരൻകുട്ടി പെറുപെറുത്തു. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന കാർ കണ്ടപ്പോൾ വേഗത കുറച്ചു. കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. കിടപ്പ് കണ്ടാൽ ആരും അവശേഷിച്ചിട്ടുണ്ടാവില്ല. നാട് ഉറങ്ങുമ്പോഴുണ്ടായ ദുരന്തം. ഒന്ന് പോയി നോക്കിയാലോ എന്ന് തോന്നി. വേണ്ട, എച്ചിൽ കൈകൊണ്ട് കോഴി എറിഞ്ഞതുപോലെ പിന്നീട് മാരണമാവും. എന്തിന് കുളിക്കാതെ ഇറം ചുമക്കണം? കുമാരൻകുട്ടി കാറിന്റെ വേഗത കൂട്ടി. ചന്ദ്രയെയും ശങ്കരൻ നമ്പൂതിരിയെയും കാണാന് പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. അന്നേരം തൃക്കണ്ണാപുരം മനയിൽ രുദ്രൻ നമ്പൂതിരിയും മഹേശ്വരൻ നമ്പൂതിരിയും. രാവേറെ ചെന്നിട്ടും ഉറക്കം വരാത്ത കാത്തിരിപ്പ്. ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം പരന്ന പൂമുഖവും പന്തലും. പൂമുഖത്ത് ചാരുകസേരയിൽ ഇരിക്കുകയാണ് രുദ്രൻ നമ്പൂതിരി. അസ്വസ്ഥതയോടെ ഇരിക്കപ്പുറതിയില്ലാതെ ഉലാത്തുന്നു മഹേശ്വരൻ നമ്പൂതിരി. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട കുട്ടിയാ. ഇതിനകം എത്ര വണ്ടി തെക്കോട്ട് പോയി? രുദ്രൻ നമ്പൂതിരിക്ക് ക്ഷമയുടെ നെല്ലിപ്പടിയും കടന്നു. വണ്ടിയിലിരുന്ന് കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്നാ എൻ്റെ സംശയം, മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. നേരുകേടിൻ്റെ നാക്ക് വിളയ്ക്കാതിരിക്കുക, നിരീച്ചൂടെ അതൊന്നും. ആ കുമാരൻകുട്ടിയും വന്നില്ല. അവൻ വന്നുവച്ചാ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോടും പറഞ്ഞയച്ചു നോക്കായിരുന്നു. നെഞ്ഞുംകൂട്ടിനുള്ളിൽ തീ കത്തുന്നു. നമ്മുടെ കാര്യം പറയണ്ടോ? പരിഭ്രമവും ഭയവും നിമിത്തം രുദ്രൻ നമ്പൂതിരിയുടെ നെഞ്ചകം കർപ്പൂരാഗ്നികുണ്ഡം കണക്കെ ഇരിയുകയായിരുന്നു. കാർ വരുന്ന ശബ്ദം കേട്ട് അവർ മുഖമുയർത്തി. നേരിയ പ്രതീക്ഷ. കാറിൽ ശങ്കരൻ നമ്പൂതിരിയോടൊപ്പം ചന്ദ്രയും ഉണ്ടായിരുന്നെങ്കിൽ. പന്തലുയർന്നതുകൊണ്ട് പടിപ്പുര കാണാനില്ല. എങ്കിലും ശബ്ദം കൊണ്ട് മനക്കിലെ കാറാണ് അതെന്ന് അവർ ഊഹിച്ചിരുന്നു. കുമാരൻകുട്ടി മുറ്റത്തോളം വന്നു നിന്നു. ശങ്കരൻ നമ്പൂതിരി ഇല്ല. ആഗ്രഹിച്ചതുപോലെ ചന്ദ്രയും. മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖം മങ്ങി. താൻ എന്താ ഇത്ര വൈകിയത്? എവിടെ ശങ്കരൻ? രുദ്രൻ നമ്പൂതിരി ചോദിച്ചു. പ്ലാത്രം മനയിൽ ചെന്നപ്പോ ശങ്കരൻ നമ്പൂതിരി ഇങ്ങോട്ട് പോന്നതായി പറഞ്ഞല്ലോ ആ നങ്ങേലി അന്തർജനം. ഇവിടെ ആരും വന്നില്ല. ഭ്രാന്ത് പിടിച്ച മട്ടിലായി രുദ്രൻ നമ്പൂതിരി. കാറ് വഴിയിൽ വെച്ച് കേടായ വിവരം കുമാരൻകുട്ടി പറഞ്ഞു. ഈ സമയത്ത് മനയിലെ ടെലിഫോൺ ശബ്ദിച്ചു. മഹേശ്വരൻ നമ്പൂതിരി മുറിയിലേക്ക് ഓടി. തൃക്കണ്ണാപുരം മനയല്ലേ? അതെ. റിസീവർ ചുണ്ടോട് ചേർത്ത് മഹേശ്വരൻ നമ്പൂതിരി നെറ്റി ചൊളിച്ചു. താലൂക്ക് ആശുപത്രിന്നാ. നിങ്ങളുടെ മനയിലെ ചന്ദ്രയ്ക്കും ശങ്കരൻ നമ്പൂതിരിക്കും ആക്സിഡന്റ് പറ്റി ഇവിടെയുണ്ട്. ഓ ദൈവമേ! മഹേശ്വരൻ നമ്പൂതിരിയുടെ സപ്തനാടികളും തളർന്നു. ചെവി കൊട്ടിയടച്ചു. തല ചുറ്റുന്നതായി തോന്നി. റിസീവർ കയ്യിൽ നിന്നും താഴെ വീണു. വേഗം ഒരുവിധം പൂമുഖത്ത് തിരിച്ചെത്തി. മഹേശ്വരൻ നമ്പൂതിരിയുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി രുദ്രൻ നമ്പൂതിരിക്ക്. ആരാ ഫോൺ ചെയ്തത്? ഏട്ടാ, പഴച്ചു. ചന്ദ്രക്കുട്ടി ആക്സിഡന്റിൽ പെട്ട് തിരൂർ ആശുപത്രിയിലാ. ശങ്കരൻ നമ്പൂതിരി ഉണ്ട്. എങ്ങനെ? എപ്പോൾ? രുദ്രൻ നമ്പൂതിരിയുടെ മനസ്സ് ദുഃഖസാഗരമായി ഇളകി മറിഞ്ഞു. ചോദിക്കാൻ തോന്നിയില്ല. കേട്ടപ്പോഴേക്കും മനസ്സ് തളർന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ! കുമാരൻകുട്ടിയെ കാറെടുക്ക്. ഏട്ടൻ വരണ്ട, ഞാൻ പോകാം. നമുക്ക് ചന്ദ്രക്കുട്ടിയെ കാണണം. രണ്ടാം മുണ്ടിന്റെ തലപ്പ് ചുണ്ടോട് ചേർത്ത് രുദ്രൻ നമ്പൂതിരി വിങ്ങിപ്പൊട്ടി. തകർന്ന മനസ്സോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രുദ്രൻ നമ്പൂതിരി വീഴുമെന്ന് തോന്നിയ മഹേശ്വരൻ നമ്പൂതിരി തടഞ്ഞു. പകലാച്ച ഏട്ടന് വരാമായിരുന്നു. ആ സമയത്ത് യാത്ര ചെയ്ത് സൂക്കേട് വരുത്തണ്ട. ഞാൻ അവിടെ ചെന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. കാര്യസ്ഥൻ രാമനായരെയും തുണയ്ക്കു കൂട്ടണുണ്ടേ. മഹേശ്വരൻ നമ്പൂതിരി തിടുക്കത്തിൽ മുറ്റത്തേക്കിറങ്ങി. പിന്നാലെ കുമാരൻകുട്ടിയും. കാർ സ്റ്റാർട്ടാവുന്നതും ഓടിച്ചു പോകുന്നതും കേട്ടു. രുദ്രൻ നമ്പൂതിരി ചെറിയ കുട്ടിയെപ്പോലെ തേങ്ങി. പന്തലിൽ അങ്ങിങ്ങ് ചുരുണ്ടുകൂടി ഉറങ്ങിയിരുന്ന ജോലിക്കാർ ഉണർന്നു. അവർ സംശയത്തോടെ രുദ്രൻ നമ്പൂതിരിക്ക് അഭിമുഖം മുറ്റത്ത് നിന്നു. തിരുമേനി എന്തിനാ കരയുന്നത്? അവർ ചോദിച്ചു. ഇവിടുത്തെ ചന്ദ്രക്കുട്ടിയും പ്ലാത്രം മനക്കിലെ ശങ്കരൻ നമ്പൂതിരിയും അപകടം പറ്റി ആസ്പത്രിയിലാ. കൂടുതൽ എന്തെങ്കിലും വിവരം? ഒന്നും കൃത്യമായി അറിഞ്ഞില്ല. മഹേശ്വരൻ അങ്ങോട്ട് പോയർക്കണു. രുദ്രൻ നമ്പൂതിരി ഗദ്ഗത കണ്ഠനായി. അച്ഛൻ തിരുമനസിന് മക്കള് 3 നമ്മെ കൂടാതെ ശകുന്തള, പിന്നെ മഹേശ്വരനും. വേളി കഴിച്ചത് ചേന്നമംഗലം മനയിലെ ശംഭു നമ്പൂതിരി. ശകുന്തള ചന്ദ്രയ്ക്ക് ജന്മം നൽകി 1.5 ആണ്ട് തികയും മുമ്പ് മരിച്ചു. 6 മാസത്തിനുള്ളിൽ ശംഭുവും. അച്ഛനും അമ്മയും ഇല്ലാത്ത ചന്ദ്രയെ തലയിൽ വെച്ച പേനരിക്കും, നിലത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞതുപോലെ നോക്കി വളർത്തിയത് നാമാണ്. നമ്മുടെ ചന്ദ്രക്കുട്ടിക്ക് വല്ലതും പിണഞ്ഞ. നുസ് പിടിപെട്ട ആളിനെ പോലെ രുദ്രൻ നമ്പൂതിരി ഒറ്റയ്ക്കിരുന്ന് പറയാൻ തുടങ്ങി.
ചന്ദ്രയ്ക്ക് അപകടം പിടഞ്ഞാൽ രുദ്ര നമ്പൂതിരിക്ക് സഹിക്കാനാവില്ല. അവളാണ് രുദ്ര നമ്പൂതിരിയുടെ ജീവൻ. തിരുമേനി ഓരോന്നോർത്ത് മനസ്സ് കൊണ്ടാക്കണ്ട. ചന്ദ്രകുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അവർ രുദ്ര നമ്പൂതിരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ടെലിഫോൺ ഇൻറ്റിമേഷൻ കിട്ടിയത്. കുറ്റിപ്പുറം SI സുരേഷ് ബാബു തന്റെ ക്യാബിനിൽ ഇരുന്ന് ഫയൽ പരിശോധിക്കുമ്പോഴായിരുന്നു അത്. തൃക്കണ്ണാപുരം പാലത്തിന് മുകളിൽ കാർ കൈവരിയിൽ ഇടിച്ച് തകർന്നിരിക്കുന്നു എന്നാണ് വിവരം. സബ് ഇൻസ്പെക്ടർ പൊന്നാനി ഫയർഫോഴ്സിന് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞ ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കേശവൻ പിള്ളയെ കൂട്ടി ജീപ്പിൽ കുതിച്ചു. അപകടം നടന്ന സ്ഥലത്ത് ജീപ്പ് വന്നു നിന്നു. മൈ ഗോഡ്! സബ് ഇൻസ്പെക്ടറുടെ കണ്ണ് തള്ളി. ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് വിവരമറിയാൻ വൈകിയതിലുള്ള ജാള്യതയും വാക്കുകളിൽ നിഴലിച്ചു. കാറ് പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. പൊന്നാനിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് വന്നതും ഇതേ നേരത്ത് തന്നെ. ഒക്കെ കഴിഞ്ഞു, വന്നത് വെറുതെ. കരിഞ്ഞ മണം ശ്വസിച്ച് ഫയർ ഓഫീസർ മുരണ്ടു. കാറിനകത്ത് കരിഞ്ഞ ബോഡി കണ്ടേക്കും, SI പറഞ്ഞു. നോക്കാം. ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വിളക്കുകൾ തെളിഞ്ഞു. 4 ഫയർമാൻമാരുണ്ടായിരുന്നു. അവർ കാറിനകത്തേക്ക് വെള്ളം ചീറ്റി. ചാരം കലർന്ന വെള്ളം റോഡിൽ പരന്നൊഴുകി. കാറിനകം സൂക്ഷ്മതയോടെ പരിശോധിച്ചു. ഒരു വളപ്പൊട്ട് പോലും കാണാനില്ല. ഫയർഫോഴ്സ് തെരച്ചിൽ നിർത്തി. 4 ഡോറും തുറന്ന നിലയിലാണ്. ഇടിയുടെ ശക്തിയിൽ ആൾക്കാർ തെറിച്ചു പോയിട്ടുണ്ടാകുമോ? സംശയം കേശവൻ പിള്ളയ്ക്കായിരുന്നു. നോക്കുന്നത് നല്ലതാണ്, ഫയർ ഓഫീസർ പറഞ്ഞു. അപകടം സംഭവിച്ച സ്ഥലത്തിന്റെ 50 മീറ്റർ ചുറ്റളവിൽ അവർ തെരച്ചിൽ തുടങ്ങി. മല്ലൂർ ശിവക്ഷേത്രത്തിന് മുമ്പിൽ ഭാരതപ്പുഴയിലേക്ക് നിരങ്ങിയിറങ്ങുന്ന കുട്ടിയാനയെപ്പോലുള്ള കരിമ്പാറക്കൂട്ടങ്ങളിലും പാലത്തിന്റെ ചോട്ടിലും പരിശോധന നടത്തി. ശരീരമൊന്നും കണ്ടെത്താനായില്ല. ഞങ്ങൾ ഇനി താമസിപ്പിക്കണോ? ഫയർ ഓഫീസർ മടങ്ങാൻ തിടുക്കം കൂട്ടി. വേണമെന്നില്ല, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഫയർഫോഴ്സ് യൂണിറ്റ് തിരിച്ചുപോയി. ആശുപത്രിയിൽ ഒന്ന് പരതിയാലോ സർ? കേശവൻ പിള്ളയുടെ തലയിൽ തെളിഞ്ഞ ആശയം. ശരിയാ, അപകടം നടന്ന ഉടനെ ആരെങ്കിലും കാറിലെ യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും. ഞാൻ തിരൂരിൽ പോയി ഉടനെ എത്താം. നിങ്ങൾ പ്രോപ്പർട്ടിക്ക് കാവലായി ഇവിടെ നിൽക്കണം, ഞാൻ വരുന്നത് വരെ. കേശവൻ പിള്ളയുടെ ഉള്ളുപിടഞ്ഞു. ആശുപത്രിയിലേക്ക് ഞാൻ കൂടി വരാം സർ. വേണ്ട. ഇൻസ്പെക്ടർ ജീപ്പ് സ്റ്റാർട്ടാക്കി. ഹെഡ് കോൺസ്റ്റബിൾ കേശവൻ പിള്ളയുടെ കണ്ണുകളിൽ ഭയം ഉരുണ്ടുകൂടി. നിലാവിന്റെ വെളിച്ചത്തിൽ മരുഭൂമി കണക്കെ പരന്നു കിടക്കുന്ന ഭാരതപ്പുഴ. മല്ലൂർ കടവിലെ കരിമ്പാറക്കെട്ടുകളിൽ തട്ടി ഒഴുകുന്ന നിലയുടെ കളകളാരവം രാത്രി ആയതുകൊണ്ട് വ്യക്തമായി കേൾക്കാം. പാലത്തിനു മീതെ കത്തി അമർന്ന കാർ. നെഞ്ചകത്ത് ഭയം കോരിയിട്ട് കിടക്കുന്നു. തലയോട്ടി പോലെ പല്ലിളിച്ച്. താഴെ 1-ാം നമ്പർ കാലിന് ചുവട്ടിൽ നിരവധി മനുഷ്യർ ചുഴിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ച മല്ലൂർ കടവ്. പുഴയുടെ മണൽപ്പരപ്പിൽ നിന്നും ഉയരുന്ന നായ്ക്കളുടെ ഓലിയിടൽ. ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. ഒക്കെ തലവിധി, പോലീസായി പോയില്ലേ? ഭയം ഉള്ളിലൊതുക്കി കേശവൻപിള്ള റോഡരികിലെ മാവിന് കിട്ടിയ കൽത്തറയിലിരുന്നു. അയാൾ വാച്ചിലേക്ക് നോക്കി. പുലർച്ചെ 1:30 മണി. ആരെങ്കിലും വന്നാൽ, എന്തെങ്കിലും കണ്ടാൽ ആത്മധൈര്യത്തിന് ഒരു രാത്രി പോലും കയ്യിലില്ല. ഈശ്വര, SI സാർ എത്രയും വേഗം തിരിച്ചെത്തി ഈ ഭയാനക അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അയാൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. അറിയാതെ കേശവൻപിള്ള കണ്ണു ചിമ്മി. മെല്ലെ മാവിൻതറയിൽ കിടന്നു. ക്രമേണ സുഖനിദ്രയിലേക്ക് വഴുതി വീണു. വീണ്ടും സമയം പിന്നിട്ടു. കുറുനരികൾ ഓലിയിട്ടു. കാറ്റൊന്ന് വീശി. അടർന്നു വീണ ചുള്ളിക്കമ്പ് കേശവൻപിള്ളയുടെ ശരീരത്തിൽ വീണു. അയാൾ ഞെട്ടി ഉണർന്നു. പണ്ടാരം, മനുഷ്യനെ പേടിപ്പിക്കാൻ. പെറുപെറുത്ത് മേലു വീണ ചുള്ളിക്കമ്പ് ദൂരേക്കെറിഞ്ഞു. കൺപോളകൾ ചിമ്മുന്നതിനു മുമ്പ് ചെരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ അയാൾ കത്തിയ കാറിലേക്ക് കണ്ണോടിച്ചു. കാറിനകത്ത് എന്തോ സംഭവിക്കുന്നു. കേശവൻപിള്ള ഇമ വെട്ടാതെ നോക്കി. കാറൊന്നിളകി. ഈ സമയത്ത് കാലങ്കോഴി ഏതോ വൃക്ഷശിഖരത്തിൽ ഇരുന്ന് കരഞ്ഞു. കുറുനരികളുടെ ഓലിയടലിന് ശക്തി കൂടി. അന്തരീക്ഷം കൂടുതൽ ഭയാനകമായി. കേശവൻപിള്ളയുടെ ഹൃദയം ശക്തിയായി ത്രസിച്ചു. പുതുമഴയ്ക്ക് ഈയാമ്പാറ്റകൾ പൊടിഞ്ഞതുപോലെ കത്തി അമർന്ന കാറിനകത്ത് നിന്നും 2 മനുഷ്യരൂപങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. കേശവൻപിള്ള ഭയന്ന് വിറച്ച് മെല്ലെ എഴുന്നേറ്റ് മാവിൻ്റെ മറവ് പറ്റി ഇരുന്ന് എല്ലാം കണ്ടു. ഒരു സ്ത്രീയും പുരുഷനും. വെളുത്ത സാരിയും ബ്ലൗസും ധരിച്ച യുവതി. യുവാവും ശുഭ്രവസ്ത്രധാരിയാണ്. 2-ാം മുണ്ട് പുതച്ചിരിക്കുന്നു. പകൽ പോലെയുള്ള നിലാവിൻ്റെ വെളിച്ചത്തിൽ ഒക്കെ വ്യക്തമായി കാണാം.
കേശവൻപിള്ള അവരെ സൂക്ഷിച്ചു നോക്കി. ഹൃദയം സ്തംഭിച്ചു പോകുമെന്ന് തോന്നി കേശവൻപിള്ളയ്ക്ക്. യുവാവിൻ്റെയും യുവതിയുടെയും കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. മുറിപ്പാടിലൂടെ ഒഴുകുന്ന രക്തം അവരുടെ വസ്ത്രത്തിൽ പരന്നിട്ടുണ്ട്. തീ പാറുന്ന കണ്ണുകൾ. കാറ്റിൽ തട്ടി യുവതിയുടെ തലമുടി പാറിക്കളിക്കുന്നു. അവർ കാറിൽ നിന്നും പുറത്തു കടന്നു. ആരാണിവർ? ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ചാരമായ കാറിൽ രക്തമൊലിക്കുന്ന ഈ മനുഷ്യർ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? നൂറുകൂട്ടം ചോദ്യങ്ങൾ കേശവൻപിള്ളയുടെ ചിന്തയിലുണർന്നു. ഈ സമയത്ത് ദമ്പതികൾ പോലെ തോന്നിക്കുന്ന അവർ പാലത്തിൻ്റെ കൈവരിയിലെ ഒറ്റയടി പാതയിലൂടെ മല്ലൂർ കടവിലേക്ക് ഇറങ്ങി. രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ ഭയന്നു വിറച്ചാണെങ്കിലും നിശബ്ദം കേശവൻപിള്ള മെല്ലെ അവരെ പിന്തുടർന്നു. മല്ലൂർ കടവിലെ കരിമ്പാറക്കെട്ടിന് മുകളിൽ ശില്പി തീർത്ത ഇരുണ്ട നിറമുള്ള വലിയ ശിവപ്രതിമയുടെ പിന്നിലെത്തി അയാൾ ഭാരതപ്പുഴയിലേക്ക് നോക്കി. നിരവധി ആർച്ചുകളോടെ കിഴക്കോട്ട് നീളുന്ന പാലം. അതിന് ചുവട്ടിൽ പാലത്തിൻ്റെ നിരവധി കാലുകൾ മണലിൽ പൂണ്ടു നിൽക്കുന്നു. ആ ദമ്പതികൾ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി. പാലത്തിൻ്റെ ഒന്നാമത്തെ കാലിന്മേ ചാരി യുവാവ് നിന്നു. രണ്ടാമത്തെ കാലിനടുത്തേക്ക് നടന്നെത്തി യുവതിയും. അവരുടെ കൈകൾ ഉയർന്നു. പാലം താങ്ങിപ്പിടിക്കും മട്ടിൽ നിൽക്കുന്നു. അടുത്ത നിമിഷം പാലത്തിൻ്റെ പെരുത്ത കരിങ്കൽ കാലുകളിൽ അവർ അപ്രത്യക്ഷരായി. തൊണ്ട വരണ്ടു. കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. ഭൂമി കീഴ്മേൽ മറിയുന്നതായി തോന്നിയ കേശവൻപിള്ള തളർന്ന് ശിവപ്രതിമ പിടിച്ച് ചാരിയിരുന്നു. കാലനിൽ നിന്നു രക്ഷപ്പെടാൻ മാർക്കണ്ഡേയൻ ശിവലിംഗം കെട്ടിപ്പിടിച്ച് ഭയന്ന് വിറച്ച് ഇരിക്കുന്നത് പോലെ. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.